വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. CPM നേതാവും ദേവികുളം MLA-യുമായിരുന്ന S. രാജേന്ദ്രനെ സന്ദർശിച്ച് BJP നേതാക്കൾ. മൂന്നാർ എക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ J. പ്രമീള ദേവി, മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി എന്നിവരാണ് എത്തിയത്. നേരത്തെ രാജേന്ദ്രൻ BJP-യിലേക്ക് തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാജേന്ദ്രൻ തന്നെ അത് സ്ഥിരീകരിച്ചിരുന്നില്ല, നിഷേധിച്ചിരുന്നു. പിന്നീട് CPM ഇടുക്കിയിലെ സ്ഥാനാർത്ഥിക്കായി രാജേന്ദ്രൻ പ്രചാരണത്തിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു നീക്കം BJP-യുടെ ഭാഗത്തു നിന്ന്. പ്രിൻസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, രാജേന്ദ്രനെ വീട്ടിലെത്തി കാണുക എന്ന് പറയുന്നത് അത് BJP നേതാക്കൾ അസാധാരണമാണ്, പ്രത്യേകിച്ചും സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? രാജേന്ദ്രന്റെ ഭാഗത്ത് ഒരു കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും BJP-യായിട്ടുള്ള ഒരു സമീപനം തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളനുബന്ധിച്ചൊക്കെ BJP-യിലേക്ക് പോകുന്നില്ല, CPM-ൽ തുടരുമെന്നൊക്കെ രാജേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കൃത്യമായൊരു രാഷ്ട്രീയം ഇവിടെ വ്യക്തമാക്കിയിരുന്നില്ല. പ്രത്യേകിച്ചും പ്രചരണ രംഗത്തൊന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. പ്രചരണത്തിനായി ജോയ്സ് ജോർജിന്റെ പ്രചരണത്തിനായി മുൻപോട്ട് വരുമെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും വലിയ തോതിലുള്ള ഒരു പ്രചരണ രംഗത്തേക്ക് രാജേന്ദ്രൻ കടക്കുക എന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഒപ്പം CPM-ന്റെ പ്രാദേശിക നേതൃത്വമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന ഇടയ്ക്ക് ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായൊരു ഇടപെടൽ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ രാജേന്ദ്രൻ അക്കാലഘട്ടത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപൊക്കെ വ്യക്തമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ BJP-യുടെ നേതാക്കൾ നേരിട്ട് നഗറിലെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരിക്കുന്നത്. എന്തായാലും അതായത് സമീപകാലത്തായി പ്രിൻസ് രാജേന്ദ്രൻ നമുക്കറിയാം നേരത്തെ ഡൽഹിയിൽ ചില സന്ദർശനങ്ങൾ നടത്തിയിരുന്നു, അത് പിന്നീട് നിഷേധിച്ചിരുന്നു. അതിനുശേഷം CPM അദ്ദേഹത്തെ അണിനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊന്നും വിജയിച്ചില്ല. അണിനയ ശ്രമങ്ങളോട് വേണ്ട വിധം രാജേന്ദ്രൻ സഹകരിച്ചില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രാജേന്ദ്രൻ കഴിഞ്ഞിടയ്ക്ക് തന്നെ വ്യക്തമാക്കിയിരുന്നു CPM-ന്റെ പ്രാദേശിക നേതൃത്വമായി ഉള്ള പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെട്ടില്ല, അതിനൊരു പരിഹാരം കണ്ടെത്തി നൽകിയിട്ടില്ല എന്നൊക്കെ കഴിഞ്ഞിടയ്ക്കും, അതായത് CPM നേതാക്കൾ, സംസ്ഥാന നേതൃത്വം ഒക്കെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴും പാർട്ടിയിൽ നിന്ന് മാറുന്നില്ല എന്ന് വ്യക്തമാക്കിയപ്പോഴും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തീർന്നിട്ടില്ല, അത് നിലനിൽക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകൾ ഉണ്ടാകൂ, അല്ലെങ്കിൽ രീതിയിലൊക്കെ പ്രതികരിച്ചിരുന്നു. അതായത് വീണ്ടും BJP-യിലേക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്കോ പോകില്ല എന്നത് വ്യക്തമാക്കാതെ തന്നെ, അതായത് ആവശ്യമെങ്കിൽ മാറും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ BJP-യുടെ നേതാക്കളൊക്കെ ഈ തുടർച്ചയായുള്ള സന്ദർശനങ്ങളും ദേശീയ നേതാക്കളടക്കം BJP സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇപ്പോൾ സംസ്ഥാന നേതാക്കളൊക്കെ വീട്ടിലെത്തി സന്ദർശിക്കുന്ന സാഹചര്യം, അതൊക്കെ തന്നെ മുന്നിലേക്ക് വെക്കുന്നത് തീർച്ചയായും രണ്ട് മനസ്സാണ് രാജേന്ദ്രന്, പ്രിൻസ് അല്ലേ? ഏത് സമയത്തും ഒരുപക്ഷെ BJP-യുമായുള്ള സഹകരണം ആരംഭിച്ചേക്കാം, അല്ലെങ്കിൽ BJP പ്രവേശനം ഉണ്ടായേക്കാം. ഈ പ്രധാനപ്പെട്ട ഹരിയെ പോലെയുള്ള മധ്യമേഖലാ നേതാക്കൾ അടക്കം അവിടെ എത്തി കാണുക, വൈസ് പ്രസിഡന്റൊക്കെ എത്തി കാണുക എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഒരു സാധാരണ സന്ദർശനമായി മാത്രം കാണാനാവില്ല. രഞ്ജിത്ത്, തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് അറിയുമായിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ചും BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണകരമായ ഒരു നീക്കമായിരിക്കും രാജേന്ദ്രന്റെ ഒരു നിലപാട്. കൃത്യമായി മൂന്നാല് തോട്ട മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനെ എത്രയെങ്കിലും കൂട്ടത്തിൽ BJP-യിലേക്ക് എത്തിക്കുക എന്നത് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും തോട്ട മേഖലയിൽ കൃത്യമായൊരു ഇടപെടൽ രാജേന്ദ്രന്റെ ഭാഗത്ത് നടത്തുവാൻ രാജേന്ദ്രൻ സാധിക്കുമെന്നുള്ളതും വലിയ ഗുണകരമാകും. ഒപ്പം ഈ രാജേന്ദ്രനെ CPM-ൽ ഉറപ്പിച്ചു നിർത്താൻ മുൻപ് തന്നെ CPM നേതാക്കൾക്ക് ശ്രമിച്ചിരുന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് അന്വേഷിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഇടുക്കിയിൽ ഒപ്പം നിർത്താൻ ശ്രമിച്ചത്. പാർട്ടി വിട്ടുപോകില്ല എന്ന് തന്നെ CPM ജില്ലാ സെക്രട്ടറിയും ഒപ്പം M. മണി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ പറയും. ഒപ്പം അവരൊക്കെ പങ്കെടുത്ത വേദിയിൽ രാജേന്ദ്രൻ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും CPM പ്രാദേശിക നേതൃത്വമായി, പ്രത്യേകിച്ച് മൂന്നാറിലെ പ്രാദേശിക ഘടകവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞിടയ്ക്കൊക്കെ ഉണ്ടായി. അത് തന്നെയാണ് ഇപ്പോഴുള്ള സന്ദർശനങ്ങളുടെ പ്രാധാന്യം. BJP-യിലേക്ക് അടക്കം വീണ്ടും BJP-യിലേക്ക് അടക്കം രാജ്യത്തിന് പോകാനുള്ള സാഹചര്യങ്ങൾ കൂടി ഇനി നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. രഞ്ജിത്ത്, ഈ സന്ദർശനം നടത്തി നേതാക്കൾ എത്ര സമയം രാജേന്ദ്രന്റെ വീട്ടില് ഇവർ ചെലവഴിച്ചു? ഈ BJP നേതാക്കളും ഈ സംഭവത്തോട് പ്രതികരിക്കാൻ തയ്യാറായില്ല അല്ലെ? തീർച്ചയായും BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ വിശദീകരണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. മുൻപ് ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു ഗുണ്ടാ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. മാവേശ്വരി എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളി
തൊഴിലാളിക്ക് നേരെ ഒരു ഗുണ്ടാക്രമണം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ആ തൊഴിലാളി സ്ത്രീയെയും BJP നേതാക്കൾ സന്ദർശിച്ചിരുന്നു. ഒപ്പമാണ് രാജേന്ദ്രനെയും സന്ദർശിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു സന്ദർശനമാണ് നടത്തിയതെന്നാണ് ഇപ്പോൾ ഇവർ അറിയിക്കുന്നതെങ്കിൽ പോലും സന്ദർശനത്തിലെ കൃത്യമായ ഒരു ഉദ്ദേശവും ഇവർ തമ്മിൽ സംസാരം ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ ഇതുവരെയും BJP നേതാക്കളും തയ്യാറായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ ഇന്ന് ഒരു വ്യക്തത വരുമെന്നും സന്ദർശന ഉദ്ദേശമൊക്കെ വ്യക്തമായി ഇവർ അറിയിക്കുമെന്നും ഒക്കെയാണ് നമുക്ക് കരുതേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് എസ് രാജേന്ദ്രൻ, ദേവികുളം മുൻ MLA, CPM-ന്റെ ആ മേഖലയിലെ സ്വാധീനമുള്ള നേതാവ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട BJP പ്രവേശന ചർച്ചകൾ ദീർഘനാളുകളായി നടക്കുന്നുണ്ട്. പലവിധ അഭ്യൂഹങ്ങളും ഉയർന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അതിനുശേഷമാണിപ്പോൾ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വസതിയിലെത്തി രാജേന്ദ്രനെ കാണുകയും സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിന് തന്നെ ലഭ്യമാകുമെന്ന് കരുതാം. ആരും മനസ്സ് തുറക്കാൻ തയ്യാറായിട്ടില്ല. മറ്റൊരു വാർത്ത